ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശിഖരം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മുകുന്ദൻ മേനോൻ ചന്ദ്രമോഹനോട് പറയുന്നുണ്ട്, താൻ ഇടയ്ക്കിടയ്ക്ക് പോയി മീനാക്ഷിയെയും കുഞ്ഞിനെയും കാണണം. അവർക്ക് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ഇവിടുന്ന് വേറെ ആരും പോവാനില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പീഡിയാട്രീഷ്യന്റെ അടുത്ത് കൊണ്ടുപോകണം കുഞ്ഞിനെ. മീനാക്ഷിക്കും വേണ്ടത്ര കെയറിങ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അവൾക്കൊരു ജലദോഷം വന്നാൽ പോലും അത് കുഞ്ഞിനെ ബാധിക്കും എന്നൊക്കെ മുകുന്ദൻ പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, മീനാക്ഷിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം െങ്കിൽ തുളസിയേട്ടൻ സമ്മതിക്കണം. അയാളോട് ഒരു ഫൈറ്റ് തന്നെ നടത്തണമെന്ന് ചന്ദ്രമോഹൻ പറയുകയാണ്. മുകുന്ദൻ അപ്പൊ പറയുന്നുണ്ട്, അയാൾക്ക് ഇനി എന്താണ് പ്രശ്നം? മീനാക്ഷിയുടെ ഗർഭകാലമായിരുന്നല്ലോ അയാൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ അതൊന്നുമില്ലല്ലോ, ഇപ്പൊ കുഞ്ഞായില്ലേ, ഇനിയും എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, ഇപ്പോൾ അതിനേക്കാൾ പ്രശ്നമായില്ലേ? ആരെങ്കിലും ബന്ധുക്കാരെയോ പരിചയക്കാരെയോ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞേതാണെന്ന് ചോദിക്കല്ലോ എന്ന് ചന്ദ്രമോഹൻ പറയുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, ഓ അത് ശരിയാണല്ലേ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലേ എന്ന് പറയാണ്. അങ്കിത അപ്പൊ പറയുന്നുണ്ട്, നമ്മൾ 3 മാസമാണ് പറഞ്ഞെങ്കിലും അത്രയൊന്നും വെയിറ്റ് ചെയ്യണ്ട. 2 മാസത്തിനുള്ളിൽ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള ഡോക്യുമെന്റ്സും പേപ്പേഴ്സും എല്ലാം റെഡിയാകുമെന്ന് അങ്കിത പറയുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, ഒരു 3 മാസമെങ്കിലും അമ്മയുടെ ഫീഡിംഗ് വേണ്ടേ അങ്കിത ആ കുഞ്ഞിന്? ഒരു കുഞ്ഞിന്റെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ അമ്മയുടെ അമ്മിഞ്ഞപ്പാലാണ് എന്ന് മുകുന്ദൻ പറയുമ്പോ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ ആവണ്ട, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. മുകുന്ദൻ അപ്പൊ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ മലേഷ്യക്ക് പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാനിവിടെ താമസിച്ചേനെ. ബിസിനസ് അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ചന്ദ്രമോഹൻ അപ്പൊ പറയുന്നുണ്ട്, സാർ ധൈര്യമായി പോയിക്കോളൂ, ഞാനിവിടെ ഉണ്ട്, ഞാനെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ചന്ദ്രമോഹൻ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം ചന്ദ്രമോഹൻ നേരെ മൂവാറ്റുപുഴയിലുള്ള ഒരു ആയുർവേദ കടയിൽ കയറി മീനാക്ഷിക്ക് വേണ്ട ലേഹ്യവും അരിഷ്ടങ്ങളെല്ലാം വാങ്ങുകയാണ്. വാങ്ങിക്കഴിഞ്ഞ് വണ്ടിയിൽ കയറാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രതാപന്റെ ഏട്ടൻ വരുന്നത്. ചന്ദ്രമോഹൻ അയാളെ കണ്ടു ചോദിക്കുന്നുണ്ട്, ആ ചേട്ടൻ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോ പ്രതാപന്റെ ഏട്ടൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്, താൻ എന്താണ് ഇവിടെ ചുറ്റിക്കറങ്ങുന്നത്? താനിപ്പോൾ കുറേയായി ശ്രദ്ധിക്കുന്നു, താൻ ഇടയ്ക്കിടയ്ക്ക് മൂവാറ്റുപുഴ കറങ്ങുന്നുണ്ടല്ലോ, എന്താണെന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമോഹൻ അപ്പൊ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇതുവഴി പോയപ്പോൾ മരുന്ന് വാങ്ങാൻ കയറിയെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോ വീണ്ടും പ്രതാപന്റെ ഏട്ടൻ ചോദിക്കുന്നുണ്ട്, അതല്ല ആയുർവേദ കടയിൽ എന്തു മരുന്ന് വാങ്ങാനാണ് താൻ കയറിയതെന്ന് പറഞ്ഞ് ചന്ദ്രമോഹന്റെ കയ്യിലുള്ള മരുന്നുകളെല്ലാം വാങ്ങി നോക്കുകയാണ്. ഈ ലേഹ്യം അരിഷ്ടൊക്കെ തനിക്കെന്തിനാണ്? തന്റെ ഭാര്യ പിന്നെയും പ്രസവിച്ചോ? എനിക്കെന്തോ മൂവാറ്റുപുഴയായിട്ട് ഒരു കണക്ഷനുണ്ട്, താൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിക്കുമെന്ന് പ്രതാപന്റെ ഏട്ടൻ പറയുമ്പോ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, ഏട്ടൻ ആരോടും പറയരുത്, എനിക്കിവിടെ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, പ്രതാപേട്ടനോട് ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതിനെന്നെ കുറെ വഴക്കു പറഞ്ഞു, ഇത് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കേസാണ്, അതുകൊണ്ടാണ്. ഇപ്പോൾ അവൾ പ്രസവിച്ചു കിടക്കുകയാണ്, അവരെയും കുഞ്ഞിനെയും നോക്കിയില്ലെങ്കിൽ പോലീസ് കേസാവുമെന്നൊക്കെയാണ് പറഞ്ഞത്, അതോടെ ഞാൻ കുടുങ്ങും, എന്തായാലും പറ്റിപ്പോയി, ഏട്ടൻ ഇതാരോടും പറയരുതെന്ന് ചന്ദ്രമോഹൻ പറയുന്നുണ്ട്. അതിനുശേഷം പ്രതാപന്റെ ഏട്ടൻ അവിടെ നിന്നും പോവുകയാണ്. ചന്ദ്രമോഹനാണെങ്കിൽ നേരെ മീനാക്ഷിയുടെ വീട്ടിലേക്കും പോകുന്നുണ്ട്. പിന്നീട് തുളസിയേട്ടൻ പുറത്തേക്ക് പോവാൻ നിൽക്കുകയാണ്. പ്രസന്ന അപ്പൊ തുളസിയേട്ടനോട് പറയുന്നുണ്ട്, വല്ലതും കഴിച്ചിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ തുളസിയേട്ടൻ പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല, ഇന്നൊരു നല്ല പ്ലോട്ട് കിട്ടിയിട്ടുണ്ട്, 1.5 ലക്ഷത്തിന് അവരത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് തുളസിയേട്ടൻ പറയുമ്പോ പ്രസന്ന പറയുന്നുണ്ട്, കുക്കിന് പറ്റാവുന്നത് കൊത്തിയാൽ മതി എന്ന് പറയുമ്പോ തുളസിയേട്ടൻ പറയുന്നുണ്ട്, നീ എന്നെ സ്ഥലം വിൽക്കാൻ പഠിപ്പിക്കണ്ട, ഇത് കച്ചവടത്തിന്റെ ABCD ഈ 6 മാസം കൊണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് തുളസിയേട്ടൻ പ്രസന്നയോട് പറയുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മീനാക്ഷി കുഞ്ഞിനുമായി വരുന്നത്. എന്നിട്ട് പ്രസന്നയോട് പറയുന്നുണ്ട്, അമ്മേ ഈ കുഞ്ഞിനെ ഒന്ന് ഇളം വെയിൽ കൊള്ളിക്കോ, പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. തുളസിയേട്ടൻ അപ്പൊ പറയുന്നുണ്ട്, ഓ ഇനി അതിന്റെ കൂടെ കുറവേ ഉള്ളൂ, ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല, പോവുകയാണെന്ന് പറഞ്ഞ് മീനാക്ഷിയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് തുളസിയേട്ടൻ അവിടെ നിന്നും പോവുകയാണ്. മീനാക്ഷി അപ്പോ പ്രസന്നയോട് പറയുന്നുണ്ട്, അച്ഛൻ മോളെ ഒന്ന് നോക്കിയത് പോലും ഇല്ല എന്ന് പറയുമ്പോ പ്രസന്ന പറയുന്നുണ്ട്, അതിപ്പോ അച്ഛന് തിരക്കായതുകൊണ്ടല്ലേ പോയത്, നീ ദേഷ്യമൊക്കെ പുറമെ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് പ്രസന്ന പറയുമ്പോ മീനാക്ഷി പറയുന്നുണ്ട്, അതെ, പുറത്ത് ഇത്രയും ദേഷ്യമാണെങ്കിൽ മനസ്സിൽ അതിന്റെ 10 ഇരട്ടി ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം, എന്റെ കുഞ്ഞിനെ അച്ഛന് ഇഷ്ടമല്ല, പക്ഷെ എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ ക്യാഷ് വേണം, അച്ഛൻ ഇത്രയും കാലം എന്താണ് അനുഭവിച്ചത്, ഞാനല്ലേ ഈ കുഞ്ഞിനെ 10 മാസം നൊന്ത് പ്രസവിച്ചത്, ഇപ്പോൾ ഇതായി ഈ കുഞ്ഞിനെ വളർത്തുന്നു, ഇതിൽ അച്ഛന്റെ റോൾ എന്താണ്? 20
ലക്ഷം രൂപ കൈനീട്ടി വാങ്ങി അത് തന്നവരെ കുറെ ചീത്ത പറയും ചെയ്തു. അത് വലിയൊരു അധ്വാനമായി പോയി എന്ന് മീനാക്ഷി പ്രസന്നയോട് ദേഷ്യപ്പെട്ട് പറയുന്ന സമയത്ത് പ്രസന്ന, നിനക്കിപ്പോ എന്താണ് വേണ്ടത്? കുഞ്ഞിനെ വെയിൽ കൊള്ളിക്കണ്ടേ, ഇങ്ങോട്ട് തായോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് പ്രസന്ന എടുത്തു പുറത്തേക്ക് പോവുകയാണ്. പ്രസന്ന കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് കാണുമ്പോൾ മീനാക്ഷിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അതിനുശേഷം പ്രസന്ന കുഞ്ഞിനെ വെയിൽ കൊള്ളിക്കുന്ന സമയത്ത് അയലത്തുള്ള ഒരു ചേച്ചി വന്ന് കുഞ്ഞിനെയും കുഞ്ഞിന്റെ അച്ഛനെയും കുറിച്ചെല്ലാം വിശേഷങ്ങൾ തിരക്കുന്നുണ്ട്. പ്രസന്നയാണെങ്കിൽ അതിനൊന്നും മറുപടി കൊടുക്കാതെ വേഗം തന്നെ ഉള്ളിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ വീണ്ടും അയലത്തുള്ള ആ സ്ത്രീ മീനാക്ഷിയെയും കുഞ്ഞിനെയും വീണ്ടും കുത്തിപ്പറയാണ്. പ്രസന്ന അപ്പോൾ ആ സ്ത്രീയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം റൂമിൽ മീനാക്ഷി കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രസന്ന അങ്ങോട്ടേക്ക് മീനാക്ഷിക്ക് പാലുമായി വരുന്നത്. മീനാക്ഷി കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് കാണുമ്പോൾ പ്രസന്ന ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം മീനാക്ഷി കുഞ്ഞിന് പാല് കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് പ്രസന്നയെ കാണുന്നത്. മീനാക്ഷി അപ്പൊ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഒന്നും മിണ്ടാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. പ്രസന്ന അപ്പൊ പറയുന്നുണ്ട്, ഒന്നുമില്ല, ഞാനിതാ നിനക്ക് പാലുമായി വന്നതാണ്, ഇതാ കുടിച്ചോ, വെളുത്തുള്ളി ഇട്ടതാണ്, ചൂടോടെ തന്നെ കുടിച്ചോ എന്ന് പറഞ്ഞ് ആ പാല് മീനാക്ഷിക്ക് കൊടുക്കുകയാണ്. മീനാക്ഷി ആ പാല് ഒരു വട്ടം കുടിച്ചുകൊണ്ട്, അയ്യോ ഇത് നല്ല ചൂടാണമ്മേ, അമ്മ അതവിടെ വെച്ചോളൂ, കുറച്ചു കഴിഞ്ഞ് ഞാൻ കുടിച്ചോളാം, അമ്മ പോയിക്കോ, ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കട്ടെ എന്ന് പറയുകയാണ്. എന്നാൽ വീണ്ടും പ്രസന്ന സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്താണ് അമ്മേ എന്ന് ചോദിക്കുമ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, മോളെ നീ ഈ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് പേടിയാവുകയാണ്, എനിക്കറിയുന്നില്ല, നമ്മളെന്തായാലും ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കണ്ടേ മോളെ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷിക്കും സങ്കടമാവുന്നുണ്ട്. മീനാക്ഷി അപ്പൊ പറയുന്നുണ്ട്, ഇവളെ വിട്ടുകൊടുക്കുന്നതിന് വേദന അതെത്രയായാലും ഞാൻ സഹിച്ചല്ലേ പറ്റൂ, നമ്മളെ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുമെന്ന് ഈ കുഞ്ഞിനറിയില്ലല്ലോ, അമ്മയിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം ഇവൾക്ക് കിട്ടട്ടെ അമ്മേ, സ്നേഹവും വാത്സല്യവും ലാളനയും എല്ലാം കിട്ടട്ടെ, ഇവൾക്ക് അതിനുള്ള എല്ലാ അവകാശവും ഇല്ലേ, ഞാൻ അതെല്ലാം അവൾക്ക് കൊടുത്തോട്ടെ എന്ന് മീനാക്ഷി സങ്കടപ്പെട്ടുകൊണ്ട് പ്രസന്നയോട് പറയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ പ്രസന്നയ്ക്കും ഒരുപാട് സങ്കടമാവുന്നുണ്ട്. പ്രസന്നയാണെങ്കിൽ പിന്നീട് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോവുകയാണ്. അതിനുശേഷം വീണ്ടും മീനാക്ഷി ആ കുഞ്ഞിനെ കുഞ്ചിക്കുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. അതിനുശേഷം മലേഷ്യക്ക് അങ്കിതയും മുകുന്ദനും കൂടി പോവാൻ റെഡിയാവുകയാണ്. കൃഷ്ണയാണെങ്കിൽ അവർക്ക് കൊണ്ടുപോകാനായി കുറെ സ്നാക്സും അച്ചാറുകളും എല്ലാം ആയി വന്നിരിക്കുകയാണ്. അതെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുകുന്ദൻ വന്ന് അങ്കിതയോടും കൃഷ്ണയോടും ചോദിക്കുന്നത്, ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്കിത പറയുന്നുണ്ട്, കൃഷ്ണ കുറെ കൊണ്ടുവന്നിട്ടുണ്ട്, അച്ചാറുകളും സ്നാക്സും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. മുകുന്ദൻ അപ്പൊ പറയുന്നുണ്ട്, ഇത്രയൊന്നും വേണ്ട, ഞാനിതൊന്നും കഴിക്കില്ല എന്ന് പറയുമ്പോൾ അങ്കിത പറയുന്നുണ്ട്, മുകുന്ദൻ കഴിച്ചില്ലെങ്കിലും അതെല്ലാം ഞാൻ കഴിക്കുമെന്ന് പറയാണ്. മുകുന്ദൻ എന്നിട്ട് അങ്കിതയോട് പറയുന്നുണ്ട്, അങ്കിത നീ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യണ്ട, നമ്മൾ ചിലപ്പോ അടുത്ത മാസം ഇങ്ങോട്ട് തന്നെ വരില്ലേ എന്ന് പറയുമ്പോൾ അങ്കിത പറയുന്നുണ്ട്, എല്ലാം ഒന്നും കൊണ്ടുപോകുന്നില്ല, കുറച്ചൊക്കെ ഇവിടെ ഇട്ടിട്ട് തന്നെയാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. കൃഷ്ണ അപ്പോ അങ്കിതയോടും മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, ഇനി നിങ്ങൾ രണ്ടുപേരും ഒപ്പം തന്നെയല്ലേ ഇങ്ങോട്ട് വരിക എന്ന് ചോദിക്കുമ്പോൾ അങ്കിത പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോഴേ വരൂ, മുകുന്ദനായിരിക്കും ചിലപ്പോൾ ഇനി വരുന്നത് എന്ന് പറയുന്ന സമയത്ത് മുകുന്ദൻ അങ്കിതയോട് പറയുന്നുണ്ട്, അതെന്താ ഞാൻ മാത്രം ഒറ്റയ്ക്ക്, നീയും എന്റെ കൂടെ വരണം, നീയല്ലേ കുഞ്ഞിന്റെ അമ്മ, നീയാണ് കുഞ്ഞിനെ ഏറ്റുവാങ്ങേണ്ടതെന്ന് പറയുമ്പോൾ അങ്കിത പറയുന്നുണ്ട്, ഒരു കള്ളി അമ്മ അല്ലേ എന്ന് പറയുന്ന സമയത്ത് മുകുന്ദൻ പറയുന്നുണ്ട്, അല്ല റിയൽ മദർ എന്ന് പറയാണ്. അങ്കിത അപ്പ പറയുന്നുണ്ട്, നോക്കട്ടെ ഞാൻ വരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും വരണം, നിങ്ങൾ രണ്ടുപേരും കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്കിത അപ്പ പറയുന്നുണ്ട്, നെക്സ്റ്റ് മന്ത് എനിക്ക് പൂനെയിലേക്ക് പോവണം, അവിടെ പോയി എന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ കൺസീവ്ഡ് ആണെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് മലേഷ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞിനൊരു 3 വയസ്സാവുമ്പോഴേ ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുള്ളൂ, അപ്പോൾ അവരെല്ലാം വിചാരിച്ചോളും അതെന്റെ കുഞ്ഞാണെന്നും ഞാൻ പ്രസവിച്ചതാണെന്നും എനിക്ക് അതെന്റെ കുഞ്ഞാണെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കണം. ഞങ്ങൾ ഇപ്പോൾ എന്തായാലും കുഞ്ഞിനെ ചന്ദ്രമോഹനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. കൃഷ്ണ കുഞ്ഞിന്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രമോഹനെ വിളിച്ച് ചോദിക്കണം, എന്നിട്ട് ആ വിവരങ്ങളൊക്കെ ഞങ്ങളെ വിളിച്ച് അറിയിക്കണമെന്ന് അങ്കിത കൃഷ്ണയോട് പറയുന്നുണ്ട്. കൃഷ്ണ അപ്പൊ പറയുന്നുണ്ട്, എല്ലാം ഞാൻ നോക്കിക്കോളാം, കുഞ്ഞിന് ഒരു കുറവും ഉണ്ടാവില്ല എന്ന് കൃഷ്ണ അങ്കിതയോട് പറയാണ്. അതിനുശേഷം ചന്ദ്രമോഹൻ മീനാക്ഷിക്ക് വേണ്ട ലേഹ്യവും അരിഷ്ടങ്ങളായെല്ലാം മീനാക്ഷിയുടെ വീട്ടിലേക്ക് വരികയാണ്. ചന്ദ്രമോഹൻ പ്രസന്നയെ കാണുമ്പോ തന്നെ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് മീനാക്ഷിക്ക് വേണ്ട മരുന്നുകളുമായി വന്നതാണ്, ഇതെല്ലാം മീനാക്ഷിക്ക് കൊടുക്കണം, തുളസിയേട്ടൻ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, ഇല്ല പുറത്തേക്ക് പോയതാണ്, സാറിരിക്കെ ഞാൻ ചായ എടുക്കാമെന്ന് പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് ചായയൊന്നും വേണ്ട, എനിക്ക് കുഞ്ഞിനെയും മീനാക്ഷിയെയും കണ്ട് പെട്ടെന്ന് തന്നെ പോവണമെന്ന് പറയുമ്പോൾ പ്രസന്നയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട്. തുളസിയേട്ടൻ ഇല്ലാത്തതിന്റെ ഒരു പേടിയാണ് പ്രസന്നയ്ക്ക്. വീണ്ടും ചന്ദ്രമോഹൻ പ്രസന്നയോട് കുഞ്ഞിനെയും മീനാക്ഷിയെയും കാണണമെന്ന് പറയുമ്പോൾ
പ്രസന്ന പറയുന്നുണ്ട് അതിനെന്താ, മീനാക്ഷിയും കുഞ്ഞിനെയും കാണാമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് വിളിച്ചിട്ട് പോവുകയാണ്. ചന്ദ്രമോഹനെ മീനാക്ഷിയെയും കുഞ്ഞിനെയും കാണിച്ച് പ്രസന്ന ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാണ്. അതിനുശേഷം മീനാക്ഷിയുടെയും കുഞ്ഞിന്റെയും വിശേഷങ്ങളെല്ലാം തിരക്കുന്നുണ്ട് ചന്ദ്രമോഹൻ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പ്രസന്ന ചന്ദ്രമോഹനെ ചായയുമായിട്ട് വരുന്നുണ്ട്. പിന്നീട് മീനാക്ഷി ചന്ദ്രമോഹനോട് പറയുന്നുണ്ട് എനിക്കും കുഞ്ഞിനും ഒരു കുഴപ്പവുമില്ലെന്നും സുഖമാണെന്നും മേനോൻ സാറിനോട് പറയണമെന്ന് ചന്ദ്രമോഹനോട് മീനാക്ഷി പറയുന്നുണ്ട്. ചന്ദ്രമോഹൻ അപ്പൊ പറയുന്നുണ്ട് കുഞ്ഞിന്റെയും മീനാക്ഷിയുടെയും കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അതെല്ലാം സാറിനോട് പറയാ എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി എന്ന് ചന്ദ്രമോഹൻ പറയുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.